ഈ ഒരൊറ്റ വോട്ട്, അതായത് ആകെ ഒരൊറ്റ വോട്ട് കിട്ടിയ ഒരാളുണ്ട്. ആ ആളെ തേടുകയാണ് ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിക്ക് ആകെ ഒരു വോട്ടാണ് കിട്ടിയത്. പത്തനംതിട്ട നഗരസഭ 24-ാം വാർഡിൽ മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ മത്സരിച്ച മൊബൈൽ കട ഉടമ എബ്രഹാം PS ആണ് ആ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിക്ക് മറ്റൊരു വാർഡിലായിരുന്നു വോട്ട്. അപ്പൊ അതുകൊണ്ട് സ്വന്തം വോട്ട് കിട്ടിയില്ല, പക്ഷെ മറ്റാരോ ചെയ്തു. പിടിച്ചോ? 100-300 വോട്ടെങ്കിലും പിടിച്ചോ? ഞാൻ ഒരു വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എന്റെ തന്നെ വോട്ടില്ലയോ? അല്ല, എന്റെ വോട്ട് അവിടെ അല്ലായിരുന്നു, അപ്പുറത്തെ വാർഡായിരുന്നു. അല്ല, അത് എന്റെ ആദ്യം ആകുമ്പോൾ ഒരു പിടുത്തമില്ല. ഞങ്ങൾ ചേട്ടച്ചാരും അനിയനും അവരുടെ ബന്ധുക്കൾ തന്നെ ഒരു 5-6 പേരുണ്ടായിരുന്നു. അവര് പോലും തന്നില്ലെന്ന് ഓർക്കുമ്പോഴേ സോണിച്ചാൻ ഒരു വോട്ട് പോലും കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നാട്ടുകാരെ എല്ലാം വെറുപ്പോടെ നോക്കായിരുന്നു. നീ ഒരുത്തം പോലും എനിക്ക് തന്നില്ലല്ലോ എന്ന്. ഇതിപ്പോ ഈ ഓരോ വോട്ട് കിട്ടിയോണ്ട് 1012 വോട്ടുള്ളതിന്റെ അകത്ത് ആരാ തന്ന ആ ഒരാളെന്നുള്ളത് നമുക്ക് ചീത്ത വിളിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരോടും ചിരിച്ചു കാണിക്കണം. ഓരോ മനുഷ്യരും സോണിച്ചാനെ നോക്കുമ്പോ ഈ 1012 പേരും ഞാനാ തന്നേ എന്നുള്ള രീതിയിലായിരിക്കും സോണിച്ചാനെ നോക്കുന്നത്. ആദ്യം വൈറലായത് ഈ ശബ്ദ സന്ദേശമാണ്. ആരാവും ആ വോട്ട് നൽകിയത്? ഫലമറിഞ്ഞ 13-ാം തീയതി മുതൽ എബ്രഹാം എന്ന സോണിയുടെ ആലോചന ഇതാണ്. ജയിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് മത്സരിച്ചത്. പക്ഷേ ഫലം വന്നപ്പോൾ ഒരു വോട്ട്. ഇപ്പം ജയിച്ച ആ ഒരു വാർത്ത ഇപ്പം കേൾക്കുമെന്നുള്ള കണക്കോടിലാണ് ഞാൻ നിന്നത്. പക്ഷേ ഒരു വോട്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമതൊരു സുഹൃത്തോട് വിളിച്ച് പറഞ്ഞു 1 കേട്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഷോക്കായിപ്പോയി. നമുക്ക് പരിചയമുള്ള ഏകദേശം ഒരു 10-350 ആൾക്കാരുണ്ട്, പേഴ്സണലി ബന്ധങ്ങളുള്ള. അവത്തിൽ നിന്നൊരു 10-250 വോട്ട് ഞാൻ പ്രതീക്ഷിച്ചു. അതേ ഒരു 100 വോട്ട് പോയാലും 200-250 വോട്ട് പ്രതീക്ഷിച്ചു. പക്ഷേ അതുകൂടെ കിട്ടാതെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇനിയും മിഷൻ്റെ വല്ലതും കംപ്ലൈൻ്റ് ആണോ എന്നുള്ളൊരു ചിന്ത വരെ വന്നുപോയി. ജനിച്ചു വളർന്ന നാടാണ്. അടുത്ത ബന്ധുക്കളടക്കം 300-ലധികം പേരെ അറിയാം. മൊബൈൽ ഫോൺ കട നടത്തുന്ന എബ്രഹാമിന്റെ ചിഹ്നവും മൊബൈൽ ഫോൺ. നാട്ടിലെല്ലാം ഫ്ലക്സ് വെച്ചു. എല്ലാവരും വോട്ട് വാഗ്ദാനം ചെയ്തു. ഫലം വന്നപ്പോൾ ഒരു പാഠം പഠിച്ചു. 80% ആൾക്കാർക്ക് അതിഭയങ്കരമായ ഒരു രാഷ്ട്രീയമുണ്ട്. അത് എത്ര നമ്മൾ ബന്ധങ്ങൾ പറഞ്ഞോ സുഹൃത്ത് പറഞ്ഞോ അവരുടെ അടുത്ത് ചെന്നാലും ചിലപ്പോൾ അത് വർക്കൗട്ട് ആകത്തില്ല. 15,000 രൂപയോളം മാത്രമേ തെരഞ്ഞെടുപ്പിന് ചെലവായുള്ളൂ. എബ്രഹാമിന്റെ വോട്ട് മറ്റൊരു വാർഡിലാണ്. എന്നാലും ആരായിരിക്കും ആ വോട്ട് ചെയ്ത് 0 സ്ഥാനാർത്ഥി എന്ന പേര് കേൾപ്പിക്കാതെ രക്ഷിച്ചത്? ആളെ എങ്ങനെയും ഒന്ന് അറിഞ്ഞു കിട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അദ്ദേഹം വന്നാലേ. കാരണം ആ ഒരു വോട്ട് പോലും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇരുന്ന് പോയേനെ. കാരണം മാർക്കറ്റിൽ തലയെടുത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇപ്പോഴത്തെ. അപ്പോൾ ആ വ്യക്തിയെ ഒന്ന് ഇനി അറിയാതെ കുത്തിയാണോ എന്നും എനിക്ക് ഡൗട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ എബ്രഹാമിനെ ആശ്വസിക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട്. ആ വാർഡിലെ BJP സ്ഥാനാർത്ഥി